വിശുദ്ധ ഖുർആനിലും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും പ്രത്യേകം നിങ്ങൾ കാത്തു സൂക്ഷിക്കണം, സംരക്ഷിച്ചു പോരണം, നല്ലോണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് ഓരോ വിശ്വാസിയും പ്രിയപ്പെട്ടവരെ അടിവരയിടേണ്ട കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? വിശുദ്ധ ഖുർആനിലൂടെ ഹാഫിദു എന്ന പ്രയോഗത്തിൽ വന്നൊരു പ്രധാനപ്പെട്ട കാര്യം നിസ്കാരത്തിന്റെ വിഷയമാണ്. അള്ളാഹുവിന്റെ സംരക്ഷണം നിങ്ങൾക്ക് വേണോ? നിങ്ങൾ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കേണ്ടത്, കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാമത്തെ കാര്യം നിസ്കാരമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹാഫിദു അലസ്സലവാത്ത്, കൂട്ടരെ നിങ്ങൾ 5 വഖ്ത് നമസ്കാരം അത് നിങ്ങൾ കാത്തു സൂക്ഷിച്ചു കൊണ്ട് നടക്കും. എങ്ങനെയൊക്കെ നിങ്ങൾക്ക് അത് ജീവിതത്തിൽ സംരക്ഷിച്ചു കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനെ നിങ്ങൾ കൊണ്ടു നടന്നോളിയും. വീണ്ടും പടച്ചോൻ പറഞ്ഞു, വസ്സലാത്തിൽ വുസ്താ, മധ്യമ നമസ്കാരം അഥവാ അസ്ർ നമസ്കാരവുമാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഇടപെടൽ ജീവിതത്തിൽ വേണോ? നമുക്ക് നിസ്കാരത്തിന്റെ വിഷയം ഓരോ വിശ്വാസിയും ശരിക്കും കൊണ്ടു നടക്കണമെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ മൂല്യം കൊടുക്കേണ്ടത്, നഷ്ടപ്പെടുമോ എന്ന് നാം ഏറ്റവും കൂടുതൽ വ്യാകുലപ്പെടേണ്ടത്, ഏറ്റവും കൂടുതൽ സംരക്ഷണം ഏർപ്പെടുത്തേണ്ടത് നമസ്കാരമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശ്വാസികളുടെ ക്വാളിറ്റി എണ്ണിയപ്പോഴും റഹ്മാനായ റബ്ബ് വിശ്വാസികൾ എന്നൊരു അധ്യായത്തിൽ ചേർത്ത് വെച്ച വാചകം നമുക്ക് കാണാൻ കഴിയും, വല്ലദീനഹും അലാ സ്വലാവാതിഹിം യുഹാഫിദൂൻ, അവർ അവരുടെ നമസ്കാരങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. അപ്പൊ ഒരു ചോദ്യം, എന്താണ് ഈ നമസ്കാരത്തെ കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ? പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് അതിലുള്ളത്. ആ 3 കാര്യങ്ങൾ എന്റെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? നമ്മൾ നിസ്കാരം കാത്തു സൂക്ഷിക്കുന്നവരാണ് അല്ലേ? ഈ ആഴ്ച നമ്മൾ പുറത്താണ്. ഈ ആഴ്ച നമ്മൾ പുറത്താകുന്നതോടുകൂടെ റഹ്മാനായ റബ്ബിന്റെ സംരക്ഷണം നമുക്ക് കിട്ടുമോ എന്ന് വെറുതെ ഒന്ന് ആലോചിച്ചാൽ മതി. എന്താണ് സുഹൃത്തുക്കളെ നമസ്കാരം കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ പറഞ്ഞു, 1 അതിന്റെ സമയത്ത് തന്നെ നിർവഹിക്കലാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ സമയമാണ്. നമുക്ക് തോന്നിയ സമയത്ത് നിർവഹിക്കേണ്ട കാര്യമില്ല. ളുഹറിനൊരു സമയമുണ്ട്, സുബഹിക്കൊരു സമയമുണ്ട്. ആ സമയത്ത് കൃത്യമായി കൊണ്ട് നിർവഹിച്ചോളണം. ഒന്നതാണ് ഏറ്റവും കൂടുതൽ സഹോദരിമാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമസ്കാരം എന്ന് പറയുന്നത് അതിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കണം. രണ്ടാമത്തെ കാര്യം ജമാഅത്തായിക്കൊണ്ട് നിർവഹിക്കണമെന്നാണ്. ജമാഅത്തായിക്കൊണ്ട് നിർവഹിക്കണമെന്നാണ്. അതിന് ജീവിതത്തിൽ അല്പം ത്യാഗം വേണ്ടി വരും സുഹൃത്തുക്കളെ. ചിലപ്പോൾ കടയിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്തേക്ക് ഒരു കസ്റ്റമർ വരിക, എനിക്ക് ആ കച്ചവടം വേണ്ടാന്ന് തൽക്കാലം ഒന്നിട്ട് തീരുമാനിക്കണമെങ്കിൽ നിസ്കരിച്ചാൽ കിട്ടുന്ന ബെനിഫിറ്റിനെ കുറിച്ച് ശരിക്കും ഈമാൻ ഓർക്കണം. അല്ലാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു വീഴ്ചയും വരാതെ കൊണ്ടുനടക്കേണ്ട കാര്യമാണ് നിസ്കാരം എന്നൊരു ബോധം എന്ന് നമ്മുടെ മനസ്സിൽ കയറി കൂടുന്നുവോ അന്നേ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇതൊക്കെ ശ്രദ്ധിക്കാൻ കഴിയുകയുള്ളൂ. ജമാഅത്താണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? നമ്മൾ നമസ്കാരം ശരിക്ക് പാലിച്ചു മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന മൂന്നാമത്തെ അളവുകോൽ നമസ്കാരത്തിൽ ഖുശൂഅോട് കൂടെ നിർവഹിക്കുക എന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഖുശൂ ലഭിക്കുക? അതിൽ ചൊല്ലുന്ന, പറയുന്ന, പ്രാർത്ഥിക്കുന്ന, ആവശ്യപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ച് സാമാന്യമായ ബോധം നമുക്ക് ആവശ്യമാണ്. 2 സുജൂദുകൾക്കിടയിൽ ഇരുത്തത്തിൽ നാം 7ഓളം വിഷയങ്ങൾ ചോദിച്ചു. നമുക്ക് ആ ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടോ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇരുലോകത്തും പരലോകത്തും, പ്രിയപ്പെട്ട ഇഹലോകത്തും പരലോകത്തും ലഭിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 7 വിഷയങ്ങൾ, 7 വിഷയങ്ങൾ ഓരോന്നും ഒരു ഖുത്ബയായി പറയാൻ മാത്രം വിശാലമുള്ള 7 കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു. നമുക്ക് എന്തെങ്കിലും ആ ഓർമ്മയുണ്ടായിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ ഖുശൂ എവിടെ നിൽക്കുന്നു എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നല്ലോണം ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഒന്നതാണ്, നിസ്കാരം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. രണ്ടാമതായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ നമ്മളോട് പ്രത്യേകം സൂക്ഷിക്കണം എന്ന് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? നമ്മളെ കണ്ണിനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഖുൽ ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം, നബിയേ പറഞ്ഞു കൊടുക്ക് വിശ്വാസികളോട്. എന്ത് പറഞ്ഞു കൊടുക്ക്? യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും, അവരവരുടെ കണ്ണുകളെ താഴ്ത്താൻ, കണ്ണിനെ സംരക്ഷിക്കാൻ, കണ്ണിനെ കാത്തു സൂക്ഷിക്കാൻ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുക. വല്ലാത്തൊരു വാചകമല്ലേ? കണ്ണാണ് പലപ്പോഴും എല്ലാ തിന്മയുടെയും താക്കോൽ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അവിഹിത ബന്ധമുണ്ടായി? അവർ പരസ്പരം ഒന്ന് കണ്ടു, അല്ലെ? കാഴ്ചയാണ് എല്ലാതും. അന്യ പെണ്ണിനെ നോക്കുന്നിടത്ത് കൃത്യമായ അതിർവരമ്പുകൾ പടച്ചോൻ വെച്ചു. കാത്തു സൂക്ഷിക്കണമായിരുന്നു, അല്ലെ? കാത്തു സൂക്ഷിക്കണമായിരുന്നു. പടച്ചോന്റെ ഒരു നിയമം അവിടെ ഉണ്ടെങ്കിൽ അതിനെ സൂക്ഷിക്കാൻ നമ്മൾ പഠിക്കണം. അതാണ് യഹ്ഫളില്ല എന്ന് പറഞ്ഞാൽ. ആ അതിർവരമ്പ് എന്ന് നമ്മൾ ലംഘിക്കുന്നുവോ അന്ന് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കയറാൻ കഴിയാത്ത വലിയ ചതിക്കുഴിയിലേക്ക് പോയി പതിക്കും എന്നുള്ളത് നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്ന ചിത്രങ്ങൾ പ്രിയപ്പെട്ടവരെ സാക്ഷിയാണ്. കണ്ണിനെ താഴ്ത്താൻ നമ്മൾ പഠിച്ചേ പറ്റും. അന്യ ആണിനോട്, അന്യ പെണ്ണിനോട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതിനും പറയുന്നതിനും ഇസ്ലാം ചില കണ്ടീഷൻസുകൾ വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ നന്മക്ക് വേണ്ടിയിട്ടാണ്. അത് സൂക്ഷിക്കുന്നവർക്കൊക്കെ അതിന്റെ നന്മ ഉണ്ടായിട്ടുണ്ട്. അതിനെ കാറ്റിൽ പറത്തിയവരൊക്കെയും പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, കണ്ണിനെ താഴ്ത്തുന്നിടത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. വിശിഷ്യ ഇന്നിന്റെ കാലഘട്ടത്തിൽ
ഇനി പുറത്തേക്കൊന്നും ഇറങ്ങണമെന്നില്ല. നമ്മുടെ മൊബൈൽ ഡാറ്റ ഒന്ന് ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും ഒന്ന് കാണാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന അങ്ങേയറ്റം മോശമായ കാര്യങ്ങൾ മിനി സ്ക്രീനുകളിൽ നിന്നും നമ്മളെ മാടി വിളിക്കുമ്പോൾ കുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം എന്ന വാചകത്തെ ഏറ്റെടുക്കുവാനും കണ്ണിനെ താഴ്ത്താനും നമ്മൾ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ യഹ്ഫദില്ലാ എന്ന് പറഞ്ഞ വാചകത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കി കഴിഞ്ഞു. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? കാതിനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന അവയവങ്ങളിലെ ഹൃദയം നൽകുന്നതിന് മുൻപ് പടച്ചോൻ തന്ന ഏറ്റവും വലിയ അവയവമാണ് കാത്, കേൾവി. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. പടച്ചോൻ മുന്തിച്ചത് കേൾവിയാണ്. കേൾക്കാൻ കഴിയാത്ത ഒരാള്, കേൾവി ശക്തി ഇല്ലാതെയാണ് ഒരു കുട്ടി പറക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി പ്രിയപ്പെട്ടവരെ അവൻക്ക് സംസാരിക്കാനുള്ള അടുത്തൊരു നിഅമത്ത് അതില്ലാതെയായി പോകും, അല്ലേ? നോക്കൂ നിങ്ങൾ, അത്ര വലിയൊരു നിഅമത്ത് പടച്ചു നമുക്ക് തന്നു. നമുക്ക് റോഡ് ക്രോസ് ചെയ്യാനൊരു ബേജാറില്ല. കാരണം ബാക്കിൽ ഒരു വണ്ടി വന്ന ഹോൺ ഇത് നമ്മൾ അറിയും. അത് അറിയാത്ത ഒരാളാണെങ്കിലോ എന്ത് ബേജാറിലായിരിക്കും ജീവിതം, അല്ലെ? എവിടേക്കെങ്കിലും ഇറങ്ങാൻ പറ്റുമോ? ഇതൊക്കെ പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയാം. പക്ഷേ ആ ചെവി ഉപയോഗിച്ചുകൊണ്ട്, ആ കാത് ഉപയോഗിച്ചുകൊണ്ട്, കേൾവി ശക്തി ഉപയോഗിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം കേൾക്കുന്ന കാര്യങ്ങൾ എന്താണ്? റഹ്മാനായ റബ്ബ് വിലക്കിയ കാര്യങ്ങളാണോ? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കരുതെന്ന് പറഞ്ഞ കാര്യങ്ങളാണോ ഈ ചെവികളെ കൊണ്ട് കേൾക്കുന്നതെങ്കിൽ? അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിൽ പറഞ്ഞു, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. മറുപടി കൊടുക്കേണ്ടി വരും കേട്ട ഓരോന്നിനും. അതുകൊണ്ട് സഹോദര, മ്യൂസിക് അതൊരു വിശ്വാസിയുടെ കർണപുടത്തിൽ പതിക്കേണ്ട ഒന്നല്ല. മ്യൂസിക് കേൾക്കുന്നുണ്ടോ? പടച്ച റബ്ബിന്റെ സ്മരണയിൽ നിന്നും അവൻ പുറത്തായിരിക്കും. മ്യൂസിക് കേൾക്കുന്നുണ്ടോ? പടച്ച റബ്ബിന്റെ ഉപദേശങ്ങളൊക്കെ എന്റെ ചെവിയിലേക്ക് കയറൂല. മ്യൂസിക് കേൾക്കുന്നുണ്ടോ? അവന്റെ ഹൃദയത്തിൽ ഖുർആനിന്റെ ആയത്തുകൾക്ക് സ്ഥാനമുണ്ടാവില്ല. മ്യൂസിക് കേൾക്കുന്നുണ്ടോ? പരലോകത്തെ കുറിച്ചൊരു ചിന്ത ഉണ്ടാവില്ല. പിന്നെ ആരെങ്കിലൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ചുമ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും, ആരെങ്കിലൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നിസ്കരിക്കാൻ പോകുന്നുണ്ടാവും. പക്ഷെ ഒന്നും സുഹൃത്തെ മനസ്സ് തട്ടിട്ട് ചെയ്യാൻ പടച്ചും കൂടൂല. കാരണം പിശാചിന്റെ കുഴലൂത്താണ് അവൻ കേൾക്കുന്ന മ്യൂസിക്. അതുകൊണ്ട് പടച്ചും പറഞ്ഞു, ഞാൻ തന്ന ഏറ്റവും വലിയ നിഅമത്തായ ആ കേൾവി ശക്തി, ഞാൻ പറയുന്ന വാചകങ്ങൾ കേൾക്കാൻ നിങ്ങൾ ഉപയോഗിക്കണം. പിശാചിന്റെ കുഴലൂത്തുകൾ കേൾക്കാൻ നിങ്ങൾ നിന്ന് കൊടുക്കരുതേ സുഹൃത്തെ, നിന്ന് കൊടുക്കരുത്. അങ്ങനെ നിങ്ങളെ കാതിനെ സംരക്ഷിച്ചോ, യഹ്ഫദില്ല. മൂന്നാമത്തെ കാര്യം അതാണ്. നാലാമത്തെ കാര്യം എന്താണെന്നറിയോ? നാവിനെ സൂക്ഷിച്ചോ എന്നാണ്. ഹദിന സുഹൃത്തുക്കളെ, നാവിനെ സൂക്ഷിക്കാൻ വേണ്ടി പറയണത്. നാവാണ് നാളെ പരലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ നരകാവകാശിയാക്കിയ അവയവം. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞു, വഹൽ യകുബ്ബുൻ നാസ അലാ മനാഖിരിഹിം ഫീ ജഹന്നമ ഇല്ലാ ഹസായിദു അൽസിനതിഹിം. അവരുടെ നാവിനെടുത്ത സമ്പാദ്യം കൊണ്ടല്ലാതെ നാളെ പരലോകത്ത് മനുഷ്യന്മാരുടെ മുഖം കുത്തിയിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോയിടുന്ന വേറെ വല്ല അവയവങ്ങളും ഉണ്ടോ എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണം. അതുകൊണ്ട് നാവിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഒരു വിശ്വാസിയുടെ നാവ് ഹൃദയത്തിന്റെ പിറകിൽ നടക്കുന്നവനായിരിക്കും. എന്തു പറയുമ്പോഴും അവ 2 തവണ ആലോചിക്കും. ഇപ്പോൾ ഇത് പറഞ്ഞാൽ എന്താകും? ചിന്തിച്ചിട്ട് മാത്രം പറയാ സുഹൃത്തുക്കളെ. ഗീബത്തും നമീമത്തും ഒക്കെ പറയാൻ നമുക്ക് ഏറെ ഹരമായിരിക്കും. പക്ഷെ വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അഞ്ചാമതായി കൊണ്ട് പറഞ്ഞത് ലൈംഗികാവയവമാണ്. ലൈംഗികാവയവമാണ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞ വല്ലാത്തൊരു കാര്യമാണ്. ഇസ്നാനി യദ്ഖുലാനിൽ ജന്ന. 2 കൂട്ടർ അവർ സ്വർഗ്ഗത്തിലേക്ക് കടന്നിരിക്കും. സ്വർഗ്ഗത്തിലേക്ക് അവൻ പ്രവേശിച്ചിരിക്കും. ആരാ കൂട്ടർ? അത് ആരാണ് കൂട്ടർ? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹഫിള മാ ബൈന ലിഹ്യൈഹി വരിജ്ലൈഹി. നാവിനെയും ലൈംഗികത്തെ ഒരേപോലെയാണ് പറഞ്ഞത്. എന്താ? 2 താടിയല്ലുകൾക്കിടയിലുള്ളതിനെയും അഥവാ നാവിനെയും 2 കാലുകൾക്കിടയിലുള്ള ലൈംഗികാവയവത്തെയും ആരാണോ ശരിക്കൊരു പ്രശ്നവും പറ്റാതെ ഹലാലായ രൂപത്തിൽ മാത്രം അതിനെ ഉപയോഗിക്കുന്നത്, അവൻ സ്വർഗത്തിലേക്ക് കടക്കുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ലൈംഗിക ശുദ്ധി സുഹൃത്തുക്കളെ, അത് നമുക്ക് മാത്രമേ അറിയൂ. ആ ഒരു രംഗത്ത് വിശുദ്ധിക്ക് മാർക്കിടാൻ വേറൊരാൾക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അത് നമുക്കും നമ്മുടെ റബ്ബിന് മാത്രമേ അറിയൂ. സൂക്ഷിക്കാൻ നമുക്ക് കഴിയോ? എങ്കിൽ കുടുങ്ങുന്ന സമയത്ത് പടച്ചോൻ നമ്മുടെ കൂടെ ഉണ്ടാവും. പടച്ചോൻ തരുന്ന ഒരു വല്ലാത്തൊരു കരാറാണ്. പിന്നെ പറഞ്ഞെന്താണെന്നറിയോ? നമ്മുടെ സമ്പാദ്യത്തെ സൂക്ഷിക്കണം. എങ്ങനെ സമ്പാദ്യത്തെ? നമ്മുടെ വയറ്റിലേക്ക് ഹറാമിന്റെ ഒരു മുതലും സഹോദരങ്ങളെ വരരുത്. എത്ര പട്ടിണി കിടന്നാലും, എത്ര പരിവട്ടം സഹിച്ചാലും, എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായാലും പിടിച്ചു നിൽക്കണം. ഹറാമിന്റെ ഒരു മുതലും എനിക്ക് വേണ്ട. ചോദിച്ചറിയണം. എത്ര വലിയ മോഹന വാഗ്ദാനങ്ങളുടെ മുമ്പിലേക്ക് നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ കണ്ണു മഞ്ഞളിക്കുമ്പോഴും സംശയമുണ്ടോ? അതറിയാവുന്ന ഒരാളെ നിങ്ങൾ ബന്ധപ്പെടണം. എപ്പോഴും നമുക്കൊരു വൈജ്ഞാനിക അവലംബം നമുക്ക് ഉണ്ടാകണം. നമ്മളെ നേർവഴി നടത്തുന്ന ഒരാളുമായി കൊണ്ടൊരു ബന്ധം നമുക്ക് കാത്തു സൂക്ഷിക്കണം. എവിടൊക്കെ നമുക്കൊരു സംശയം കുടുങ്ങിയോ അയാളെ നമ്മൾ വിളിച്ചിരിക്കണം, അദ്ദേഹത്തോട് ചോദിച്ചിരിക്കണം, അന്വേഷിച്ചിരിക്കണം, ഉറപ്പുവരുത്തണം. കാരണം ഹറാമിന്റെ ഒരു വച്ചങ്ങാനും വയറ്റിൽ പെട്ടാൽ കഴിഞ്ഞു സുഹൃത്തെ നമ്മുടെ ജീവിതം. അതിനത്രമേൽ ഗൗരവമുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു രാത്രിയിൽ ഉറക്കം മുഴുവൻ നഷ്ടപ്പെട്ടു.
നഷ്ടപ്പെട്ടതിന്റെ എല്ലാ ചടപ്പുകളുമായി കൊണ്ട് പിറ്റേ ദിവസം സുബഹിക്കെത്തിയ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിച്ചു, എന്താ പ്രവാചകനൊരു ക്ഷീണം, ഇന്നലെ ഉറക്കം കിട്ടിയില്ലേ? ഇല്ല, ഉറക്കം കിട്ടിയിട്ടില്ല. എന്തേ കാരണം പ്രവാചകരെ? എന്തേ കാരണം? അതൊന്നുമില്ല, ഞാൻ ഇന്നലെ വിശന്നപ്പോൾ ഒരു കാരക്കെടുത്ത് കഴിച്ചുപോയി. പിന്നെയാണ് ഞാൻ ചിന്തിച്ചത്, സ്വതക്കയുടെ മുതലിലെ കാരക്ക നബി കുടുംബത്തിന് വിലക്കിയതാണല്ലോ, ഹറാമാണല്ലോ. ഞാൻ കഴിച്ചതെങ്ങാനും എനിക്ക് സ്വതക്കയുടെ മുതലിൽ നിന്ന് ആകുമോ? ഉറപ്പില്ല കൂട്ടരെ, ആകുമോ എന്ന ഭയമാണ് ഒരു ദിവസത്തെ ഉറക്കം കിടത്തിയത്. നമുക്കുണ്ടോ ഒരു ബേജാറ്? ഉണ്ടാകണം എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ വയറിനെ സൂക്ഷിക്കാൻ കഴിയണം, ഹറാമിൽ നിന്നും നമ്മുടെ ആമാശയത്തെ സംരക്ഷിക്കാൻ കഴിയണം. ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ചില അവയവങ്ങളും ചില കാര്യങ്ങളുമാണ് സൂചിപ്പിച്ചത്. ഇതിനെല്ലാം ജീവിതത്തിൽ മുഖവിലക്കെടുത്ത് കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സംരക്ഷിച്ചിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മുത്തഖീങ്ങളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹുൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ചു മുന്നോട്ട് പോകണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തും. സുഹൃത്തുക്കളെ, നാം ജീവിതത്തിൽ അള്ളാഹുവിന്റെ എല്ലാ വിധികളും വിലക്കുകളും മാനിക്കണമെന്ന് പറഞ്ഞു. കൂട്ടത്തിൽ അടിവരയിട്ടുകൊണ്ട് ധൈര്യം തന്നെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെയാണ് സൂചിപ്പിച്ചത്. ഇങ്ങനെ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ടോ നമ്മൾ? എങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് എന്താണ്? അള്ളാഹുവിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? അള്ളാഹ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ തരാമെന്ന് പറഞ്ഞോ അത് തന്നിരിക്കും. അള്ളാഹ് പറയാ, നിങ്ങൾ എന്നോടുള്ള കരാറുകൾ പാലിക്കും, എന്നോടുള്ള കരാറുകൾ നിങ്ങൾ പാലിക്കും, നിങ്ങളോടുള്ള കരാർ ഞാൻ പാലിക്കാമെന്നാണ്. ഇതൊരു കരാറാണ് സുഹൃത്തെ. നീ എന്നെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്ക്, എങ്കിലോ അള്ളാഹുവിനെ നീ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന പറഞ്ഞു തന്നറിയോ? പിന്നെ പറഞ്ഞെന്നറിയോ? അത് നമുക്ക് തന്നൊരു കരാറാണ്. എന്താ യഹ്ഫലുക എന്ന് പറഞ്ഞാൽ നിന്നെ സംരക്ഷിച്ചോളാന്നാണ്. സുഹൃത്തെ, എന്താണ് ആ സംരക്ഷണം? പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്നാമത്തെ സംരക്ഷണം ദുനിയാവിലാണ്. ദുനിയാവിൽ ആരെയാണ് പടച്ചു സംരക്ഷിക്കുന്നത്? ഒന്ന് നമ്മളെ തന്നെയാണ്. നമ്മുടെ ശരീരത്തെ പടച്ചോൻ സംരക്ഷിക്കുന്നത്. അതെങ്ങനെ സംരക്ഷിക്കുക? അതിനുവേണ്ടി പ്രത്യേക മലക്കുകളെ റഹ്മാനായ റബ്ബ് സംവിധാനിക്കുമെന്ന്. ലഹു മുഅഖിബാതുൻ മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്. ഒന്ന് രണ്ടും അല്ല സഹോദര, ലഹു മുഅഖിബാതുൻ മിൻ ബൈനി യദൈഹി, അവന്റെ മുമ്പിലൂടെയും പിറകിലൂടെയും എല്ലാ ഭാഗത്തിലൂടെയും അവനെ സംരക്ഷിക്കാൻ വേണ്ടി തുടരെ വരുന്ന മലക്കുകളെ റഹ്മാനായ റബ്ബ് സംവിധാനിച്ചു കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ ഒന്ന് നമ്മുടെ ശരീരത്തിന് തന്നെ വല്ലാത്തൊരു സെക്യൂരിറ്റിയാണ്, വല്ലാത്തൊരു സെക്യൂരിറ്റി പടച്ചോൻ തരും. കാരണം എന്താ? പടച്ചോൻ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അതിന് പടച്ചോൻ ദുനിയാവിൽ തന്നെ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സെക്യൂരിറ്റി സുഹൃത്തെ നമ്മുടെ ശരീരത്തെ സംരക്ഷിച്ചോളാം എന്നാണ്. രണ്ടാം സംരക്ഷണം എന്താണെന്നറിയോ? നമ്മുടെ മക്കൾക്കും കുടുംബത്തിനുമാണ്. ഒരാൾ പടച്ചോൻ പറഞ്ഞ രൂപത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവനക്ക് മാത്രമല്ല അതിന് മെച്ചം, അവന്റെ മക്കൾക്കും കുടുംബത്തിനും അവൻ മരണപ്പെട്ടാൽ പോലും ലഭിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ ഇന്നും പോലും ഓതി വെച്ച സൂറത്തുൽ കഹ്ഫിലെ പിന്നെ ഹിളർ അലൈഹി സ്വലാത്തു വസ്സലാമയും മൂസാ നബി തമ്മിൽ സംഭവം നടക്കുന്നുണ്ടല്ലോ അല്ലെ? ഒരു പൊളിഞ്ഞ് ചാടാനായ ഒരു മതില് അദ്ദേഹം നേരാക്കി കൊടുക്കണ്ടല്ലോ. എന്തേ സംഭവം? അദ്ദേഹത്തിന് പടച്ചോൻ കൊടുത്ത വഹിയാണ് ആ ചുമര് റെഡിയാക്കണം എന്നുള്ളത്. മൂസാ നബിക്ക് മനസ്സിലായില്ല. പിന്നെ വിശദീകരിച്ചു കൊടുക്കുക എന്താ സംഭവം. അമ്മൽ ജിദാറു, ആ ഒരു ചുമര ആരതായിരുന്നു? ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന, ആ പട്ടണത്തിലെ രണ്ട് യതീം കുട്ടികളുടെ ഒരു മതിലാണത്. എന്തേ സംഭവം? വകാന തഹ്തഉ കൻസുൽ ലഹുമാ, ആ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായ മതിലിനടിയിൽ അവർക്കൊരു നിധിയുണ്ട്. വകാന അബൂഹുമാ സ്വാലിഹാ, ഇത് പറയാണ് അവരിപ്പോ യതീം കുട്ടികളാ, ഓരിപ്പ ചെറുതാ, പക്ഷെ അതിന്റെ കടിയിൽ കിടക്കണ ആ നിധിയെ പടച്ചോൻ സംരക്ഷിച്ചത് എന്തിനാണെന്നറിയോ? വകാന അബൂഹുമാ സ്വാലിഹാ, ആ രണ്ട് യതീം കുട്ടികളുടെയും ഉപ്പയും ഉമ്മയും സ്വാലിഹീങ്ങളായിരുന്നു അല്ലെ? വാപ്പ നല്ല നിലക്ക് പടച്ചോ പറഞ്ഞ രൂപത്തിൽ ജീവിച്ച് മരിച്ചു പോയപ്പോ അതിന്റെ ഒരു സംരക്ഷണം പടച്ച റബ്ബ് ഇവിടെ ബാക്കി വെച്ച യതീം കുട്ടികൾ മാത്രമല്ല മക്കൾക്ക് കൊടുക്കുമെന്നാണ് പറയുന്നത്. നിന്റെ രക്ഷിതാവിന്റെ അടുക്കുന്ന കരുണയുടെ ഭാഗമായിട്ട് അവർക്ക് അത് ഉപകാരപ്പെടേണ്ട ഒരു സമയമാകുമ്പോൾ അതിനെ പുറത്തെടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പടച്ചന പണി ഏർപ്പാടാക്കുന്നത്. എവിടെയോ കിടക്കുന്ന ഹിളർ അലൈഹി സ്വലാത്തു വസ്സലാമിയെ ഒരു കാരണമുണ്ടാക്കി ആ പട്ടണത്തിലേക്ക് എത്തിച്ച് വേറെ ആരുടെ ചെവിയിലേക്ക് നിധിയെക്കുറിച്ച് ഒന്നും എത്താതെ അദ്ദേഹത്തിന്റെ കരങ്ങളിലൂടെ ആരും അറിയാത്ത രൂപത്തിൽ അതിന് സംരക്ഷണം തീർത്ത റഹ്മാനായ റബ്ബ് നമ്മളെ പഠിപ്പിക്കുക. ഇതൊക്കെ സുഹൃത്തെ ചിന്തിച്ചും ഇങ്ങനെ വെറുതെ അങ്ങോട്ട് കേട്ടുപോകേണ്ട ചരിത്രങ്ങളല്ല. പടച്ചോൻക്ക് കൊടുക്കേണ്ട ഹക്ക് ജീവിതകാലത്ത് കൊടുത്തോ, അത് പടച്ചോൻ നമ്മളെയും കൊടുക്കൂല, നമ്മളെ പിന്നെ കുടുംബത്തിനും അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടുമെന്നാണ് മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ഇന്നല്ലാഹ ലയഹ്ഫദു ബിർറജുലി സ്വാലിഹ്, ഒരു സ്വാലിഹായ ഒരു മനുഷ്യനെ പടച്ച റബ്ബ് സംരക്ഷിച്ചിരിക്കുമെന്നാണ്. നല്ല നിലയ്ക്ക് ജീവിക്കുന്നുണ്ട്. നമ്മൾ അറിയില്ല സുഹൃത്തെ, തലനാരിഴക്കരിക്ക വലിയ ഒരു കോമാ സ്റ്റേജിലേക്ക് പോകേണ്ട ഒരു അപകടത്തിൽ നിന്നും പടച്ച റബ്ബ് നമ്മളെ രക്ഷപ്പെടുത്തി തന്നിട്ടുണ്ടാകാം. അതെങ്ങാനും നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, വാഹനം തട്ടിയിരുന്നെങ്കിൽ ഇന്ന് ഞാനില്ല, ഇനി ജീവനുണ്ടെങ്കിൽ തന്നെ നല്ല നിലയ്ക്ക് ജീവിക്കില്ല. കാരണം നമ്മൾ എത്രയോ വാർത്തകൾ കേട്ടിട്ടുണ്ട്.
അല്ലേ? അങ്ങനെയൊക്കെ ഒരു പക്ഷെ നമുക്ക് പറയാനുണ്ട്. ഒരു പക്ഷേ പടച്ചവൻ അങ്ങനത്തെ സംഗതി തന്നതായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാമെന്ന് മാത്രം. പടച്ചറബ് ആ നിലയ്ക്ക് സംരക്ഷിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, പടച്ചറബ് ഏറ്റവും വലിയവനാണ്. നമുക്ക് തരാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നിരിക്കുമെന്ന് അദ്ദേഹം പറയാണ്. പിന്നെ സ്വാലിഹായ ഒരു മനുഷ്യനെ പടച്ചറബ് സംരക്ഷിക്കും. മാത്രമല്ല വലദഹു വലദ വാലിദിഹി, അവന്റെ കുട്ടികളെയും അവന്റെ കുട്ടികളെയും ഒരു പക്ഷേ പടച്ചറബ് ഈ മനുഷ്യൻ സ്വാലിഹായതിന്റെ പേരിൽ അവനക്ക് സംരക്ഷണം കൊടുത്തിരിക്കാമെന്നാണ്. അവന്റെ വീടുകൾക്കും അതേപോലെ തന്നെ എല്ലാ നിലക്കും അള്ളാഹുവിൽ നിന്നും പ്രത്യേകം ഒരു ഹഫലത്ത് അവനക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഈ ദുആ ചെയ്യുമ്പോഴും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് മെച്ചമുണ്ട് എന്ന. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ഈമാനിനെ പടച്ചവൻ സംരക്ഷിച്ചിരുന്ന, ഈമാനിനെ പടച്ചവൻ സംരക്ഷിച്ചിരുന്നു. പിശാചിങ്ങനെ തക്കം പാത്തിരിക്കുകയാണ് നമ്മുടെ ഈമാനിനെ പൊളിക്കാൻ വേണ്ടി, നമ്മളെ ദീനിനെ ഔട്ടാക്കാൻ വേണ്ടി. അവിടെ ആരാ സുഹൃത്തെ നമ്മളെ സംരക്ഷിക്കാനുള്ളത്? പടച്ചവനെ സംരക്ഷിക്കാനുള്ളത്. അതുകൊണ്ട് ഈ നിസ്കാരം, നോമ്പ്, ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണതേ നമ്മൾക്ക് റഹ്മാനായ റബ്ബ് ഒരു സംരക്ഷണം തരാൻ വേണ്ടി തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഏത് ഘട്ടത്തിലും ഒരു സഹായം ഉണ്ടായിരിക്കുമെന്നാണ്. നീ പടച്ചോനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചോ, നിന്റെ മുമ്പിൽ അവനക്ക് നിന്നെ കണ്ടെത്താൻ കഴിയും. നമ്മൾ ആരും പടച്ചോനെ കാണൂല, പക്ഷെ എന്താണ് ആ കാഴ്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവന്റെ ഒരു ഇടപെടൽ നിനക്ക് അനുഭവിക്കാൻ കഴിയും. കുട്ടികളെ കെട്ടിക്കള പ്രയാസമുണ്ടോ? എന്തെങ്കിലും ഞാൻ നല്ല നിലക്കാണ് ഇൻഷാ അല്ലാഹ് എന്നെ പടച്ചോൻ കൊടുക്കൂല എന്ന് നമുക്കൊരു ഉറപ്പുണ്ടാകണം. അതൊരു തവക്കുല. അങ്ങനെയുള്ള ആളുകൾക്ക് ആ തവക്കുലുണ്ടാവും സുഹൃത്തെ. അല്ലെങ്കിൽ എന്താ അറിയോ? എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ അവലംബിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകും. ആർക്കത്തെ തവക്കുൽ ചെയ്യാൻ പറ്റുക? ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ എന്ന് പടച്ചോൻ ഖുർആനിൽ പറയാം. തവക്കുൽ ചെയ്യുന്ന ആളുകളെ പടച്ചോനക്ക് വല്ലാത്ത ഇഷ്ടാണ്. ആർക്കപ്പ ഈ തവക്കുൽ ചെയ്യാൻ കഴിയുക? പടച്ച റബ്ബുമായി കൊണ്ട് അങ്ങേറ്റം ബന്ധമുള്ള ആളുകൾക്കല്ലേ. എന്റെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് പടച്ചോൻ വിലക്കിയൊരു കാര്യം ഞാൻ ചെയ്യുന്നില്ല. പടച്ചോൻ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ പരമാവധി ഞാൻ ചെയ്യുന്നുണ്ട്. ഇത്രയല്ലേ നമുക്ക് പറ്റുള്ളൂ. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ പടച്ചോൻ തന്നിരിക്കും, നോക്കിയിരിക്കും. അത് കിട്ടും പ്രിയപ്പെട്ടവർ. പടച്ചോനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ജീവിതം നമുക്കുണ്ടോ? റഹ്മാനായ റബ്ബ് ഒരു പോംവഴി നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുമെന്ന് പറയുന്നത് ഏഴാനാകാശത്തിന്റെ അപ്പുറത്തു നിന്നും ഇറങ്ങിയ വഹിയിലൂടെ അള്ളാഹുവാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. മാത്രമല്ല, ഇനി മനുഷ്യന്മാർ നാളെ പരലോകത്തെത്തിയാലോ സ്വർഗമല്ലാതെ വേറൊരു ഏർപ്പാട് എനിക്കില്ല എന്ന രംഗം വിശുദ്ധ ഖുർആൻ സൂറത്ത് ഖാഫിൽ മനോഹരമായി കൊണ്ട് വിശദീകരിച്ചു. മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ട സ്വർഗ്ഗം ഇങ്ങനെ കൊണ്ടുവരും. അവർ അടുത്തുന്നതിന് കാണും. ആ സ്വർഗ്ഗം അങ്ങോട്ട് കൊണ്ടുവരപ്പെട്ടിട്ട് പറയുകയാ, ഇത് ആർക്ക് വേണ്ടിയാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടത്? അങ്ങേയറ്റം പടച്ച റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന, ജീവിതത്തിൽ കഴിയുന്നത്ര സൂക്ഷ്മത പാലിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ ആ സ്വർഗ്ഗം ഇങ്ങനെ കൊണ്ടുവരപ്പെട്ടിട്ട് പറയാണ്. ഇത് ആർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതാണെന്നറിയോ? ജീവിതത്തിൽ പടച്ചോൻ കാത്തു സൂക്ഷിച്ചു മുറുകെ പിടിച്ച് പോകണമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിവിന്റെ പരമാവധി ശ്രദ്ധിച്ചും പാലിച്ചും മടുക്കും ചിട്ടയോടുകൂടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, നിബിതങ്ങൾ പഠിപ്പിച്ചതുപോലെ ഓരോ ജീവിതത്തിലെ ഓരോ ഭാഗങ്ങളെയും ക്രമീകരിച്ച് മുന്നോട്ട് പോയ ആളുകൾക്ക് മാത്രമേ അത് കിട്ടൂ. അപ്പൊ അങ്ങനത്തെ ഒരു ലൈഫില്ല എങ്കിൽ അത് കിട്ടൂല എന്നല്ലേ അപ്പൊ പറഞ്ഞർത്ഥം. അതുകൊണ്ട് സഹോദര, നമ്മൾ എന്തായാലും പരലോകത്തെത്തും. അവിടെ സ്വർഗം കൊണ്ടുവരപ്പെടും. നമ്മളെല്ലാവരും വന്ന് അതിലേക്ക് കടക്കണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ അന്നത്തെ ആഗ്രഹം കൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. അതിനുവേണ്ടി ഇവിടെ നിന്ന് ബോധപൂർവ്വം പണിയെടുക്കാൻ പറയുന്ന എനിക്കും കേൾക്കുന്ന ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് സുഹൃത്തെ, അള്ളാഹു നമുക്ക് നൽകാമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നൽകിയിരിക്കും. പടച്ചോൻക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്തിരിക്കണം. ജീവിതത്തിൽ ചില ക്രമീകരണങ്ങൾ വരുത്തുക. എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നു പോയിട്ട് പടച്ചറപ്പിലേക്ക് ആത്മാർത്ഥമായി കൊണ്ട് ഖേദപ്രകടനം നടത്തുക. നിരന്തരമായി പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് മരണപ്പെട്ടു പോയിട്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും ഖബറുകൾ വിശ്രമിക്കി കൊടുക്കണം റഹ്മാനെ. രോഗം കൊണ്ടും കടം കൊണ്ടും മറ്റു ബുദ്ധിമുട്ടുകളെ കൊണ്ടൊക്കെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന സുഹൃത്തുക്കൾ, സഹോദരിമാർ എല്ലാവരുടെയും പ്രയാസം ദൂരീകരിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.